+1 സയൻസ് എടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ എങ്കിൽ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റും, അല്ലെങ്കിൽ പിന്നീട് റിഗ്രറ്റ് അടിക്കും. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു വരുന്നത് നമുക്ക് SLC പോലെ അല്ല +1 സയൻസ്. സോ ഫസ്റ്റ് ഫ്യൂ മന്ത്സ് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും, എസ്പെഷ്യലി SCRT NCRT വരുന്നവർക്ക്. NCRT ഫോളോ ചെയ്യുന്നവരാണ് ഇറ്റ്സ് ഓക്കെ. സോ ആ ഒരു ഫ്യൂ മന്ത്സ് നിങ്ങൾ നന്നായിട്ട് പഠിക്കും. രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ ബാക്ക്ലോഗ്സ് ഒന്നും ഇല്ലാതെ ആദ്യം തൊട്ടുള്ളത് ആദ്യം മുതൽ പഠിച്ചു പോകുന്നത്. നമുക്കിപ്പോൾ അറിയാം, ഫസ്റ്റ് സ്കൂളിൽ കയറുമ്പോൾ എല്ലാവരും ജസ്റ്റ് അടിച്ചു പൊളിച്ചു പിന്നീട് പഠിക്കാം എന്നുള്ള രീതിയിൽ വെക്കും. അത് +1 സയൻസിൽ പറ്റത്തില്ല. നമ്മൾ ഡെയിലി ഒരു 2 to 3 hours സ്ട്രാറ്റജി വെച്ച് പഠിച്ചാലേ നമുക്ക് നല്ലൊരു മാർക്ക് +1 ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ കണ്ടന്റുള്ള ചാപ്റ്റേഴ്സ് ആണ്. സോ നിങ്ങൾ ബാക്ക്ലോഗ്സ് വെക്കാതെ പഠിച്ചു പോകാം. മൂന്നാമത്തെ കാര്യമാണ് നമ്മുടെ മാത്സ് ആൻഡ് ഫിസിക്സ്. ഫിസിക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ന്യൂമറിക്കൽസ് കൂടുതലാണ്, ഡെറിവേഷൻസ് കൂടുതലാണ്. സോ നല്ല വെയിറ്റേജും കണ്ടന്റുള്ള ചാപ്റ്റേഴ്സ് ആണ്. അതേപോലെ തന്നെയാണ് മാത്സ്. സോ ഇത് നമ്മൾ ഡെയിലി ഒന്ന് പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിയുമ്പം തുറന്നു നോക്കുമ്പോൾ ഇതൊക്കെ എന്താ സംഭവം എന്നൊക്കെ തോന്നും. സോ അതും നമ്മൾ ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് പോകും. കെമിസ്ട്രിയിലാണെങ്കിൽ ഇഷ്ടംപോലെ ഇക്വേഷൻസ് ഉണ്ട്, റിയാക്ഷൻസ് ഉണ്ട്. സോ അതെല്ലാം നമ്മൾ പഠിച്ചു പോയാൽ പറ്റത്തുള്ളൂ. ഇനി ബയോളജി എടുക്കുകയാണെങ്കിൽ ഡയഗ്രാംസ് കാര്യങ്ങൾ എല്ലാം നമ്മൾ അപ് ടു ഡേറ്റ് പഠിച്ചു പോയാലേ പറ്റത്തുള്ളൂ. നാലാമത്തെ കാര്യമാണ് നമ്മുടെ ലാബ്സ്, പ്രൊജക്ട്, അസൈൻമെന്റ്സ്. നമുക്ക് +1 ഇന്റേണൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 10th വരെ പോലെ അല്ല. അപ്പം ഇന്റേൺസ് നമ്മൾ ഇതെല്ലാം പഞ്ചുവലായിട്ട് വെച്ചാലേ ടീച്ചേഴ്സ് ഇന്റേണൽ തരുന്നുള്ളൂ. സോ ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി അഞ്ചാമത്തെ കാര്യമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. +1 വരെ നമുക്ക് ട്യൂഷൻ ഉണ്ടെങ്കിലും സെൽഫ് സ്റ്റഡി അത്യാവശ്യമാണ് +1. സോ ഗൈസ്, നിങ്ങൾ ഡെയിലി 2 to 3 hours മാറ്റി വെച്ച് സെൽഫ് സ്റ്റഡി ചിലവർക്കും ട്യൂഷൻ ഉണ്ടല്ലോ അന്നേരം പോകാം. പക്ഷേ സെൽഫ് സ്റ്റഡി ഇസ് ദ ബെസ്റ്റ് ഗൈസ്. സോ ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഗ്രിയാണ്. സോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.